ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടീനെ ഒരാൾ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളത് ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം ആ റേപ്പ് ചെയ്ത ആൾക്ക് പരലോകത്ത് ശിക്ഷ കിട്ടും. നമ്മൾ എന്തിനാ അതിന് ഇടപെടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇങ്ങനെയാണല്ലോ ലോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇവിടെ കേരളത്തിൽ ഇപ്പോ ഭൗതികമായിട്ട് റേപ്പ് ചെയ്ത ശിക്ഷ ഉണ്ടല്ലോ. എങ്ങനെ ഭൗതികമായിട്ട് റേപ്പ് ചെയ്ത ശിക്ഷ ഉണ്ടല്ലോ? ഓക്കെ, അവിടെ ഒരു കുട്ടിനെ റേപ്പ് ചെയ്യുന്നുണ്ടാൽ ശിക്ഷ ഉണ്ട്, ഗവൺമെന്റ് കൊടുത്തോളൂ, നമ്മൾ വെറുതെ ഇരിക്കോ? അതാ ചോദിച്ചത്. വെറുതെ ഇരിക്കില്ലല്ലോ. നിങ്ങൾ വെറുതെ ഇരിക്കോ? ഗവൺമെന്റ് കൊടുക്കും, നമുക്കറിയാം. ഇത് എന്താണ്, ടെലിവൈസ്ഡ് ആണ്. ഒരു ക്യാമറ അവിടെ ഉണ്ട്, ക്യാമറയിൽ കാണുന്നുണ്ട്, ടെലിവൈസ്ഡ് ആണ്, എല്ലാം നമുക്കറിയാം, ഉറപ്പാണ്. ആ റേപ്പ് ചെയ്യപ്പെടുന്ന കുട്ടിക്ക് കേരള സർക്കാർ എന്താ പറയാ നീതി കൊടുക്കും. ആ റേപ്പ് സർക്കാർ ദൈവമല്ല. ഓക്കെ ഫൈൻ, ഒരു ശിക്ഷാ സംവിധാനമുണ്ട്, ശിക്ഷ വേറെ, നീതി വേറെ. സർക്കാരിന് എങ്ങനെ നീതി കൊടുക്കാൻ കഴിയാ? നീതി കൊടുക്കാൻ കഴിയില്ല. ഓക്കെ, ശിക്ഷ കൊടുക്കുന്നുണ്ട്. അവിടെ ശിക്ഷ കിട്ടുന്നില്ലേ? ശിക്ഷന്റെ കാര്യമല്ലല്ലോ. ശിക്ഷ കിട്ടുന്നുണ്ടല്ലോ. ശിക്ഷ എന്തിനാ കൊടുക്കുന്നത്? ശിക്ഷ വേറെ, നീതി വേറെ. ശിക്ഷ എന്തിനാ കൊടുക്കുന്നത്? കോടതിയുടെ അടിസ്ഥാനം തന്നെ നീതിയാണ്. അവിടെ വേറെ കോടതിയുടെ സിമ്പൽ നിരീശ്വരവാദി സംബന്ധിച്ച് നീതി ഉണ്ടോ? അല്ലല്ല, ഞാൻ പറയാം. ഞാൻ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ഞാൻ പറയട്ടെ. ചോദ്യം പെൻഡിംഗ് ആയിട്ട് ആ ചോദ്യം പെൻഡിംഗ് ആയിട്ട് കിടക്കും. പറയാത്തൊരു കാര്യം. ഉദ്ദേശിച്ച പോയിന്റ് എന്ന് പറഞ്ഞാൽ ശിക്ഷ നടപ്പിലാകുന്നുണ്ടെന്നുള്ളതോ, ശിക്ഷ നടപ്പിലാകുന്നുണ്ട് എന്നതോ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നതോ ഒരിക്കലും അവിടെ പ്രതികരിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് മാറുന്നില്ല. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന് പടച്ചോൻ ഈ ലോകത്ത് കൊടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞാൽ ആ പരീക്ഷണത്തിൽ ഇതുകൂടി ഇൻക്ലൂഡഡ് ആണ്. എൻ്റെ മുന്നിൽ ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ റേപ്പ് ചെയ്യപ്പെടുന്ന കുട്ടിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ ആ കുട്ടിക്ക് ലഭിക്കുന്ന പരീക്ഷണമാണ് ഒരു പക്ഷേ അത് ആ റേപ്പ് ചെയ്യുന്ന ആൾക്ക് ലഭിക്കുന്ന ഒരു പരീക്ഷണമാണിത്. ആ റേപ്പ് ചെയ്യുന്ന ആൾക്ക് ശിക്ഷ കിട്ടും. റേപ്പിന് സഹോദര കേക്കൂ, ഇത് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള പരീക്ഷണമാണ്. മൂന്നാമതുള്ള എനിക്കും പരീക്ഷണമാണ്. ഞാൻ അവിടെ പരാജയപ്പെടുന്നു. എൻ്റെ പരീക്ഷണത്തിൽ ഞാൻ പരാജയപ്പെടുന്നു. എപ്പോൾ? ഞാൻ അതിന് പ്രതികരിക്കാതിരിക്കുമ്പോൾ. ഈ ഹോൾ സിസ്റ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കണം, ഈ പരലോകത്തേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്നെ അക്കൗണ്ടബിൾ ആണ്. ഒരു നിരീശ്വര അക്കൗണ്ടബിൾ ആയിക്കൊള്ളുന്നില്ല. അവൻ അവിടെ ഇടപെടുന്നത് ആ റേപ്പ് ചെയ്യുന്നത് എത്രയോ എം പിമാർ നമുക്കറിയാം. ആ റേപ്പ് ചെയ്യുന്ന ഒരു എം പി ആണെങ്കിൽ ആ എം പിയുടെ അപ്പുറത്ത് 4 വർഷത്തെ ഗുണ്ടകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ തിരക്കിൽ പോവുകയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടി നിരീശ്വരവാദിക്ക് മാറി നിൽക്കാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയുന്നത്.